എന്നെ ലീഗൽ കൺസൾട്ടേഷന് വിളിക്കുന്ന ഭൂരിഭാഗം ആണുങ്ങളുടെയും പ്രശ്നം ഭാര്യമാരുടെ അവിഹിതമാണ്. ഭാര്യമാരുടെ അവിഹിതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നീങ്ങാവുന്ന ശക്തമായ നിയമങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലില്ല. ഇത്തരത്തിലുള്ളൊരു അവിഹിതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ ചെയ്യുന്നത് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാഹിതരായ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നതുപോലെ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക തുടങ്ങിയ കൊലപാതകങ്ങളിലോട്ടും പോകാറുണ്ട്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസം അന്വേഷിക്കാനുള്ള ഒരവസരം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് പരാതി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് FIR ഇടുക എന്നുള്ളതാണ് നിയമം. സ്ത്രീ പരാതി കൊടുത്താലും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പരാതി കൊടുത്താലും മെഡിക്കൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള ശക്തമായ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷനെതിരെ FIR രജിസ്റ്റർ ചെയ്യാവുന്നുള്ളൊരു ശക്തമായ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും കുറയ്ക്കാൻ സാധിക്കൂ. ആത്മഹത്യയും കൊലപാതകവും ഒന്നിനും ഒരു പരിഹാരമല്ല. ജനിച്ചുപോയി, ഇനി നിങ്ങൾ ജീവിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. ധൈര്യം ഉണ്ടാവും. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ, നേടാൻ ഇനി ഒരുപാടുണ്ടെന്ന് തോന്നുമ്പോൾ ധൈര്യം ഉണ്ടാവും.